ഇവിടെ സ്വാഗത ഭാഷണത്തിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്ത കേരള ജനീയത്തുള്ളവയുടെയും അതിൻ്റെ കീഴടങ്ങളുടെയും ഒക്കെ പ്രവർത്തനം എല്ലാ നിലക്കും അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നാം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മേളനവുമായി ബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി സ്വാഗത ഭാഷണത്തിൽ ഇസാമി സൂചിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സഹകരണങ്ങളും ഒക്കെ ആവശ്യമാണ്. അല്ലാഹു അവരുടെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. ദീനിന്റെ പ്രവർത്തനം, പ്രബോധനം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണല്ലോ നാം ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവ് അത് ആടി ഉലയുകയാണ്. എല്ലാ ഫിത്നകളിലും ഫസാദുകളിലും ഒക്കെ ഖൈർ ഉമ്മത്താകുന്ന നമ്മുടെ സമൂഹം പെട്ടുകൊണ്ടിരിക്കുന്നു. വളരിബലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ. സൂറത്തുൽ കഹ്ഫിൽ കാണാമല്ലോ. ദുനിയാവിന്റെ ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി പറഞ്ഞത് കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ഇറക്കിയ വെള്ളത്തെ പോലെയാണ്. അപ്പൊ ഈ ദുനിയാവിന് അല്ലാഹു തആല ഉപമിച്ചത് വെള്ളത്തോടാണ്. വെള്ളവും ദുനിയാവും തമ്മിൽ ഉപമിച്ചപ്പോൾ വെള്ളത്തിന്റെ സ്വഭാവം എന്താണ്? അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കൂല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു സ്ഥലത്ത് ഒഴുകാതെ നിൽക്കുന്ന വെള്ളമാണെങ്കിൽ അത് വൃത്തിയില്ലാത്ത വെള്ളമായിരിക്കും. നമ്മുടെ കിണർ പോലെയുള്ളതൊക്കെ മാറ്റിയാൽ സ്വാഭാവികമായും വെള്ളത്തിന്റെ പ്രകൃതി അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ ദുനിയാവിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, വെള്ളം ഇല്ലെങ്കിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയൂല. അതേ പ്രകാരം തന്നെയാണ് ദുനിയാവില്ലെങ്കിൽ ജീവിക്കാനും കഴിയൂല. വെള്ളം അമിതമായാൽ പ്രളയം എന്ന പേര് വന്നു. മനുഷ്യനും കൃഷികളും എല്ലാം നശിക്കും. അപ്പൊ തീരെ വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയൂല. വെള്ളം അമിതമായാലോ നാശത്തിലേക്കുമാണ്. ഇതേ പ്രകാരം തീരെ ദുന്യാവില്ലാതെ ജീവിക്കാൻ കഴിയൂല. ദുന്യാവിന് വേണ്ടി അങ്ങോട്ട് മുറിഞ്ഞു മുന്നിട്ടാൽ ദുന്യാവ് അവരെ നശിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, വെള്ളത്തിൽ ഒരാള് ഇറങ്ങിയാൽ അവൻ നനയാതെ രക്ഷപ്പെടൂല. ഇതേ പ്രകാരം തന്നെയാണ് ദുന്യാവിലേക്ക് ആഞ്ഞിറങ്ങിയാൽ ഫിത്നയിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയുമില്ല. അപ്പൊ ഇതുപോലെ വെള്ളത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുന്യാവിനെ ഉപമിച്ചപ്പോൾ ഈ വ്യാഖ്യാനം ഞാൻ പറഞ്ഞ വ്യാഖ്യാനമല്ല. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വരെ ഈ ഹദീസ് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ആശയം വളരെ വ്യക്തമായി പറയുന്നത് കാണാൻ കഴിയും. ഇപ്പൊ ദുന്യാവ് ആവശ്യത്തിനാണ് വേണ്ടത്. ആവശ്യത്തിന്റെ അപ്പുറം ദുന്യാവിലേക്ക് ഇറങ്ങിയാൽ ഈ മനുഷ്യൻ വെള്ളം അമിതമായാൽ നശിക്കുന്നത് പോലെ ആ മനുഷ്യൻ നശിച്ചു പോകും. അത് ഏത് രംഗത്താണെങ്കിലും ശരി, അമിതമായി അവന്റെ ആഖിബത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും പാടില്ല. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല മുങ്കറാത്തുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ മുമ്പൊന്നും കാണാത്ത ചില കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. എന്ത്? സ്ത്രീകൾ അമിതമായി ആവേശം ദുന്യാവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് റാലികളിൽ പങ്കെടുക്കുന്നതും അതിനപ്പുറത്തുള്ള പല ഏർപ്പാടുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ കാണുമ്പോ ഈ സമൂഹം ഒരു ദിവസം കഴിയും തോറും വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ വരികയാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. മഹദിയായ ഉമൈമ ബിൻത്
റുഖയ്യ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറയണം, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നിസ്വതിൻ മിനൽ അൻസാർ. അൻസാരികളായ കുറെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ചെന്നു. എന്തിനാണ്? നുബായിഉഹു, ഞങ്ങൾ റസൂലുള്ളാഹിനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ അങ്ങയോട് ബൈഅത്ത് ചെയ്യുന്നത് ഞങ്ങൾ വ്യഭിചരിക്കുകയില്ല, ഞങ്ങൾ കളവ് നടത്തുകയില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനക്ക് ഞങ്ങൾ ഒരു നിലക്കും വിരുദ്ധമായി പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു വറസൂലുഹു അർഹമു ബിനാ, അല്ലാഹുവും റസൂലും ഒക്കെ ഞങ്ങളോട് അങ്ങേയറ്റം കരുണ ചെയ്യുന്നവരാണ്. ഹലുമ്മ യാ റസൂലല്ലാഹ് നുബായിഉക, നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൈയൊന്ന് പിടിച്ചുകൊണ്ട് ഞങ്ങളൊന്ന് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് അൻസാരികളായ സഹാബി വനിതകൾ, ഈമാനിന്റെ നിറകുടമായ സഹാബി വനിതകള് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് പിടിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിനെ തെറ്റിദ്ധരിക്കാത്ത സ്വഹാബത്തിരിക്കെ, ഒരു നിലക്കും ഒരു തെറ്റിദ്ധാരണയും ഇല്ലാത്ത, യഥാർത്ഥത്തിൽ ദീനിന്റെ കാര്യത്തിൽ എതിര് പ്രവർത്തിക്കുകയില്ല എന്ന് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന ആ സ്വഹാബി വനിതകളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ പെണ്ണുങ്ങളെ മുസാഫഹത്ത് ചെയ്യാറില്ല. ദീനിന് വേണ്ടി ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന ആ സ്വഹാബി വനിതകളോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ പെണ്ണുങ്ങളുടെ മുസാഫഹത്ത് ചെയ്യാറില്ല. അപ്പൊ ഇലക്ഷനിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പോകുമ്പോ കൈ കൊടുക്കാൻ പാടുള്ളൂ, പർദ്ദയും അബ്ദിയൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലക്ക് അന്യ പെണ്ണൊരു ബുലൂഗായ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൈ കൊടുക്കാൻ പറ്റുമോ? ആ കൈ കൊടുക്കുന്ന റസൂലുള്ള പറഞ്ഞെന്താ, ലാ ഉസാഫിഹുൻ നിസാ, ഞാൻ പെണ്ണുങ്ങളെ മുസാഫഹത്ത് ചെയ്യൂല. ഹദീസിന്റെ ബാക്കിയുള്ള ഭാഗം എങ്ങനെയാണ്? നിങ്ങളിൽ ഒരു പെണ്ണിനോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് 100 പെണ്ണുങ്ങളോടും പറയാനുള്ളത്. ഒരു പെണ്ണിനോട് ഞാൻ എന്താ പറയുന്നു, അതിനെ 100 പെണ്ണുങ്ങളോടും പറയാനുള്ളത്. ഈ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തോട് പറയുമ്പോ ഞാൻ എനിക്ക് സ്ത്രീകൾ കൂടി അവസരം ഇത്തരം സംഭവങ്ങൾ കണ്ടതിന് ശേഷം കിട്ടിയോർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോ ചിലപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ല, മൊത്തത്തിൽ ഇന്ന് സമൂഹത്തിൽ നിന്ന് ലജ്ജയില്ലാതെയായി മാറി. ഈ ഉമ്മത്തിൽ ആദ്യം ഉയർന്നു പോകുന്ന ലജ്ജയാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്താലും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒരു സർവ്വവ്യാപകമായി നമുക്ക് കാണാൻ കഴിയും. പെണ്ണുങ്ങൾ ആണുങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി, ഒരു ആഘോഷവേള ഉണ്ടായി, അവിടൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കൽ ഹലാലും അല്ലാത്ത ഘട്ടങ്ങളിലൊക്കെയാണോ ഹറാമ്? അല്ല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കൊടുക്കൂലേ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തെ ബോധ്യപ്പെടുത്തി സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ അത് ഹറാമാണ് എന്ന സത്യാവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഇതൊക്കെ ദീനിന്റെ വലിയൊരു പ്രബോധനത്തിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല കാര്യം കൽപ്പിച്ചാൽ ഫൈനൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി ലാ യദ്ഫഉ അജലൻ വലാ യദ്ഫഉ റിസ്ഖൻ വലാ യുകർരിബു അജലാ. അന്നം മുടങ്ങൂല. നല്ല കാര്യം കൽപ്പിച്ചു, തിന്മ വിരോധിച്ചാൽ അതുകൊണ്ട് അവൻ അന്നം മുടങ്ങൂല, അവന്റെ അവധി കുറച്ച് നേരത്തെ വരൂല്ല. അഥവാ വന്നാൽ അല്ലാഹുവിന്റെ ഖളാഉ ഖദറുമാണ് എന്ന് വിശ്വസിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖീകളിലും മുഖ്ലിസീകളിലും ദീനി ഖാദിമുകളിലും ഉൾപ്പെടുത്തി
ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.